നമസ്കാരം. രാജ്യം ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി നോക്കിക്കണ്ട ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പശ്ചിമ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി 15 വർഷത്തെ മമതാ ബാനർജിയുടെ ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് BJP പശ്ചിമ ബംഗാളിൽ അധികാരം പിടിച്ചിരിക്കുകയാണ്. പക്ഷെ BJPക്ക് അത്ര അനായാസം പശ്ചിമ ബംഗാളിൽ അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതെ, BJP സർക്കാർ രൂപീകരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. മമതാ ബാനർജി രണ്ടും കൽപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ നടക്കുന്നത് നാടകീയ സംഭവ വികാസങ്ങളാണ്. BJPക്ക് സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ മമതാ ബാനർജി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെക്കണം. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ഒരുക്കമല്ല എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് മമതാ ബാനർജി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, മമതയ്ക്ക് പിന്തുണയുമായി രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഉണ്ട് എന്നതാണ്. പശ്ചിമ ബംഗാളിൽ BJP അധികാരം പിടിച്ചപ്പോൾ BJP പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചു എന്നാരോപിച്ചുകൊണ്ട് മമത രംഗത്ത് വന്നിരുന്നു. മമതയുടെ ആ ആരോപണത്തെ പിന്താങ്ങിക്കൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നു. മമത ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിക്കും കാതലായ ആരോപണങ്ങളാണ്. കാരണം പശ്ചിമ ബംഗാളിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ ക്യാമറകൾ ഉണ്ടായിരുന്നില്ല. ആ പോളിംഗ് നടക്കുമ്പോൾ അവിടെ അട്ടിമറി നടന്നു. പോളിംഗ് സ്റ്റേഷനുകൾ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒത്തുകളിച്ചുകൊണ്ട് ഹൈജാക്ക് ചെയ്തു എന്നാണ് മമതാ ബാനർജി പറയുന്നത്. നോക്കൂ, പശ്ചിമ ബംഗാൾ പിടിക്കാൻ വേണ്ടി BJP വലിയ കളികൾ ഏറെ നാളായി കളിക്കുകയാണ്. കാരണം SIR നടപ്പാക്കി. SIRൽ വലിയ തോതിൽ ന്യൂനപക്ഷ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായി പോകുന്ന സാഹചര്യമുണ്ടായി. മമതാ ബാനർജി സുപ്രീം കോടതിയെ സമീപിച്ചു. ഒപ്പം വലിയ നിയമ പോരാട്ടങ്ങൾ നടന്നു. പക്ഷെ എങ്കിൽ പോലും ഈ പുറത്തായ പലർക്കും വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. പശ്ചിമ ബംഗാളിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും SIR നടപ്പാക്കിയത്. അങ്ങനെ SIRലൂടെ നിരവധി വോട്ടർമാർ പുറത്തായി. BJPക്ക് സ്വാധീനമുള്ള മേഖലകൾ അവർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. മമതാ ബാനർജിക്ക് വോട്ട് കൂടുതലുള്ള മണ്ഡലങ്ങളിൽ, തൃണമൂൽ കോൺഗ്രസിന് കൂടുതൽ വോട്ടുള്ള ന്യൂനപക്ഷ മേഖലകളിലെ വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് കൂടുതലായും പുറത്തായത് എന്ന നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. നോക്കൂ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും സ്ട്രോങ് റൂം തുറക്കാൻ, ചില മണ്ഡലങ്ങളിൽ സ്ട്രോങ് റൂമുകൾ തുറന്ന് ചില അട്ടിമറികൾ നടത്താനുള്ള ശ്രമങ്ങൾ നടന്നു എന്ന് ആരോപിച്ചുകൊണ്ട് മമതാ ബാനർജി തന്നെ സ്ട്രോങ് റൂമിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ BJPയുടെ വിജയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടുകൂടി BJP അവിടെ കളിച്ചതാണോ, അവിടെ വിജയം സ്വന്തമാക്കിയതാണോ എന്ന മമതാ ബാനർജിയുടെ ചോദ്യത്തെ നമ്മൾ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. എന്തായാലും പശ്ചിമ ബംഗാളിൽ ഒരു പോരാട്ടത്തിന് മമത ഇറങ്ങുകയാണ്. താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല, നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്നു. ഒപ്പം കനത്ത പ്രതിഷേധം, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും BJPക്കെതിരെയും കനത്ത പ്രതിഷേധം നടത്തുമെന്ന് മമത പറയുകയാണ്. നോക്കൂ, മറ്റെല്ലാ പ്രതിപക്ഷ നേതാക്കളെക്കാളും ഒരുപടി കടന്നുകൊണ്ടാണ് മമത രാഷ്ട്രീയം കളിക്കുന്നത്. അതെപ്പോഴും മമതാ ബാനർജിയുടെ ഒരു ശൈലിയാണ്. അതുകൊണ്ട് തന്നെ മമത കരുതി ഇറങ്ങിയാൽ BJPയും മോദിയും അമിത്ഷായും വിറയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മമതയ്ക്ക് പിന്തുണയുമായി സാക്ഷാൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമുണ്ട്. അങ്ങനെ മമതയും കോൺഗ്രസും ഒന്നിക്കുകയാണെങ്കിൽ വലിയ ഒരു പ്രതിപക്ഷ ഐക്യം രൂപപ്പെടും. അത് BJPയെ തൂത്തെറിയാൻ തക്ക ശക്തി ആർജിക്കുമെന്ന കാര്യത്തിലും നമ്മൾ സംശയം പ്രകടിപ്പിക്കേണ്ടതില്ല.